ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പോൺ അഡിക്ഷനെ പറ്റിയിട്ടാണ്. അതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, എന്തുകൊണ്ടാണ് ചിലർ പോൺ അഡിക്ഷനിലേക്ക് പോകാനുള്ള കാരണം എന്തൊക്കെയാണ്, എങ്ങനെ അതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പോൺ വീഡിയോസ് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന്റെ ശരിതെറ്റുകളെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അതൊരു വലിയ മഹാപരാധമാണ് എന്നൊന്നും പറയാനല്ല ഇന്നത്തെ വീഡിയോ നമ്മൾ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഹെൽത്തി ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ് പോൺ വീഡിയോയുടെ ഉപയോഗം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക. അതിനായിട്ട് പ്രധാനമായിട്ട് പറയുന്നത്, നമ്മൾ ചൈൽഡ് പോൺ പോലെയുള്ള ലീഗൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാരണം നമുക്ക് ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് അബൌട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒന്നാണ് പോൺ വീഡിയോയുടെ ഉപയോഗം എന്ന് പറയുന്നത്. ആ പോൺ വീഡിയോസിൽ കാണുന്നതൊക്കെയാണ് റിയാലിറ്റി, ഇങ്ങനെയൊക്കെയാണ് സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നൊരു തെറ്റായിട്ടുള്ള ധാരണ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുള്ള ഒരു കാര്യമാണ് പോൺ വീഡിയോയുടെ ഉപയോഗം. അത് നമ്മളുടെ റിലേഷൻഷിപ്പിനെയും ലൈഫിനെയും മോശമായിട്ട് ബാധിക്കുവാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ് പോൺ അഡിക്ഷനിലേക്ക് പോവുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടോ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടോ ഒക്കെയാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസിലേക്കും ഒരു അഡിക്ഷനിലേക്കും പോയി എത്തുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ പോൺ വീഡിയോയുടെ ഉപയോഗം എന്നുള്ളത്. എല്ലാവരും അഡിക്ഷനിലേക്ക് പോകും എന്നല്ല, പക്ഷെ അഡിക്ഷൻ ഉണ്ടാവാൻ ഉള്ള ഒരു പൊട്ടൻസി അതിനുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ നമ്മളുടെ ഉപയോഗം, പോൺ വീഡിയോയുടെ ഉപയോഗം അഡിക്ഷൻ ലെവലിലാണോ എന്നെങ്ങനെ സ്വയം തിരിച്ചറിയാനായിട്ട് സാധിക്കും? ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉപയോഗം ഡേഞ്ചറസ് ലെവലിലാണോ എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുകയും അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുകയും വേണം. സ്വയം അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് തേടാനായിട്ട് ശ്രമിക്കുക. പ്രധാനമായിട്ടും പറയേണ്ട ലക്ഷണം എന്ന് പറയുന്നത്, നമ്മളുടെ പാർട്ട്ണറുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിൽ താല്പര്യം കുറയുക, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ നിന്ന് ലഭിക്കുന്ന ഒരു സംതൃപ്തി കുറഞ്ഞു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. രണ്ട്, നമ്മൾ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, പോൺ വീഡിയോസ് കാണാനായിട്ട് റിസ്ക് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ ജോലി സമയത്ത് ഇരുന്ന് പോൺ വീഡിയോ കാണുക, മാസ്റ്റർബേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുക പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. മൂന്ന്, ഈ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏക മാർഗം ഈ പോൺ വീഡിയോ കാണുന്നതാണ് എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. നാല്, നമ്മളുടെ ജോലി അല്ലെങ്കിൽ പഠിത്തം അത് കംപ്ലീറ്റ് ആക്കാതെ തന്നെ പോൺ വീഡിയോ കാണുന്നതിലേക്ക് നമ്മൾ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അഞ്ച്, ഓൾട്ടർനേറ്റീവ് പ്ലഷേഴ്സ് മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ മാറ്റി വെച്ചിട്ട് പോൺ വീഡിയോ കാണാനായിട്ട് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. ആറ്, നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോസിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന സംതൃപ്തി കുറയുകയും സംതൃപ്തിക്ക് വേണ്ടി കൂടുതൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വീഡിയോസിലേക്ക് പോകാനായിട്ട് നമ്മളെ പോകുന്നുണ്ട്, അങ്ങനെ കൂടുതൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വീഡിയോസിലേക്ക് നമ്മൾ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മളുടെ ഉപയോഗം ഡേഞ്ചറസ് ലെവൽ അല്ലെങ്കിൽ അഡിക്ഷൻ ലെവലിലാണോ എന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ. ഞാൻ പറഞ്ഞതുപോലെ പലരും ഇതൊരു തമാശയ്ക്ക് വേണ്ടിയിട്ടോ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടോ സന്തോഷത്തിന് വേണ്ടിയിട്ടോ ഒക്കെയാണ് ഇതിലേക്ക് വരുന്നത്. പക്ഷെ പിന്നീട് അതൊരു ഇമോഷണൽ ഡിപ്പെൻഡൻസിലേക്കും ഒരു അഡിക്ഷനിലേക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. പലർക്കും ഇത് കണ്ടു കഴിയുമ്പോൾ ഒരു കുറ്റബോധമൊക്കെ തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി മേലെ ഞാൻ ഉപയോഗിക്കില്ല, ഞാൻ ഇനി മേലെ കാണില്ല എന്നുള്ള പ്രതിജ്ഞയൊക്കെ എടുക്കും. പക്ഷെ പിന്നീട് ആ പ്രതിജ്ഞയൊക്കെ നഷ്ടമാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും, നമ്മൾ വീണ്ടും ഇത് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ചിലർക്ക് അത് ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമ്പോൾ മറ്റു ചിലർ എന്തുകൊണ്ടാണ് അഡിക്ഷൻ ലെവലിലേക്ക് വരുന്നത്? അതിന് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, എന്തെങ്കിലും മാനസികമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ പോൺ അഡിക്ഷനിലേക്ക് പോകാനുള്ള, പോൺ യൂസ് പോൺ അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനകത്ത് പ്രധാനമായും പറയേണ്ടത് ഹൈപ്പർ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്ഷൽ അഡിക്ഷൻ എന്ന ബുദ്ധിമുട്ട് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ. ഹൈപ്പർ സെക്ഷുവാലിറ്റിയെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണാമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം അതിലൂടെ മാറുന്നതായിരിക്കും. സോ അതിനെപ്പറ്റി അറിയണം എന്നുള്ളവർ ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. സോ ഹൈപ്പർ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്ഷൽ അഡിക്ഷൻ ഉള്ളവരിൽ പോൺ
യൂസ് പോൺ അഡിക്ഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. 2, എന്തെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസ്, അത് മദ്യമായിക്കോട്ടെ മയക്കുമരുന്നായിക്കോട്ടെ, എന്തെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ പോൺ യൂസ് പോൺ അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഫിസിക്കൽ അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസിലൂടെ കടന്നുപോയിട്ടുള്ളവർ പോൺ അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ റിലേഷൻഷിപ്പ് ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നവർ, അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് അബൌട്ട് സെക്സ് ഉള്ളവർ പോൺ അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ തലച്ചോറിലെ കെമിക്കലുകളുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതുപോലെ പോൺ അഡിക്ഷനിലേക്ക് പോകാനുള്ള, പോൺ യൂസ് പോൺ അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ ഇപ്പോൾ സ്വയം മനസ്സിലാക്കി നമ്മുടെ ഉപയോഗം ഡേഞ്ചറസ് ലെവലിലാണ്, അല്ലെങ്കിൽ അതൊരു അഡിക്ഷനിലേക്ക് പോകുന്നുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കിയാൽ എങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണല്ലോ, നമുക്കതിൽ നിന്ന് സ്വയം എങ്ങനെ പുറത്തേക്ക് കടങ്ങാൻ സാധിക്കും എന്നുള്ളത്. അതിനായിട്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്താണ് നമ്മളുടെ റീസൺ ഫോർ പോൺ യൂസ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. അത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണോ, അല്ലെങ്കിൽ മദ്യം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ അബ്യൂസിലൂടെ, ഫിസിക്കലോ സെക്ഷലോ മെന്റലോ അബ്യൂസിലൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ളതാണോ, നമ്മളുടെ ഉത്കണ്ഠയാണോ, അല്ലെങ്കിൽ നമ്മളുടെ ഒറ്റപ്പെടലാണോ, അങ്ങനെ എന്താണ് നമ്മളുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ആ ഒരു പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. അതായത് നമ്മളുടെ മൊബൈൽ, ഇലക്ട്രോണിക് ഡിവൈസസിന്റെ ഒക്കെ ഉപയോഗം മാക്സിമം കുറച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. ഈ സൈറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കുക. ഫ്രീ ടൈം മോർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജിമ്മിൽ പോകാം, വ്യായാമം ചെയ്യാം, സ്വിമ്മിങ്ങിന് പോകാം, ഫ്രണ്ട്സിന്റെയോ ഫാമിലി മെമ്പേഴ്സിന്റെയോ കൂടെ സംസാരിക്കാം, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകാം, ട്രാവൽ ചെയ്യാം. എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഫ്രീ ടൈമിൽ ചെയ്ത് ഇതിൽ നിന്ന് പിന്നോട്ട് മാറാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കപ്പിൾ കൗൺസിലിംഗ് എടുക്കുന്നത് തീർച്ചയായിട്ടും ഇഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബുദ്ധിമുട്ട്, പോൺ അഡിക്ഷൻ സ്വയം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സൈക്കോതെറാപ്പി ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾക്ക് അതിൻ്റെ കൂടെ അണ്ടർലൈങ് ആങ്സൈറ്റി, വിഷാദം, അങ്ങനെ എന്തെങ്കിലും സൈക്യാട്രിക് സിംറ്റംസ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട്, ഈ അഡിക്ഷൻ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ടും മെഡിസിൻസും അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനപ്പുറം ഈ ഒരു ബുദ്ധിമുട്ട് നമ്മളുടെ ലൈഫിനെ, നമ്മളുടെ ഫാമിലിയെ, നമ്മളുടെ റിലേഷൻഷിപ്സിനെ, ജോലിയെ, പഠിത്തത്തെയൊക്കെ മോശമായി ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഹൈ ടൈം യു ഹാവ് ടു സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്.